ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, രണ്ടാമത്തെ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത്, ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കൾക്ക് നബിതങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ അൽ യൗം, ഇന്നത്തെ ഈ ദിനമാണ് ഞാനാ പറഞ്ഞ മീലാദിന്റെ സംഭവം ഉണ്ടായത്. അത് ആവർത്തിച്ച് പറഞ്ഞു, ഹാദാ അൽ യൗം, ഇന്നാണത്. അപ്പോ ആ ജന്മദിനത്തിലാണ് മഹാനവകൾ മക്കളെയും കുടുംബങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഈ മൗലിദ് നടത്തുന്നത്. ആ സമയത്ത് ഫജാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ നബി തങ്ങൾ അവിടെ അവിചാരിതമായി എത്തിപ്പെട്ടു. നബി തങ്ങൾ വന്നപ്പോൾ ഇവർ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മ വൽ മലായികത്തു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടം നിനക്ക് തുറന്നു തന്നിരിക്കുന്നു. നീ ചെയ്യുന്നത് വലിയ കാര്യമാണ്. അതിന്റെ കാരണം കൊണ്ട് തന്നെ അല്ലാഹു നിനക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, വൽ മലായികത്തു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക, വാനലോകത്തുള്ള മലക്കുകളും മുഴുവൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ, ഇയാൾക്ക് നീ മഗ്ഫിറത്ത് ചെയ്തു. കഴിഞ്ഞില്ല. ശേഷം നബി തങ്ങൾ പറഞ്ഞു, മൻ ഫഅല ഫഅലക ഹാദാ, ആരെങ്കിലും നീ ചെയ്ത ഈ പണി ആരെങ്കിലും ചെയ്താൽ നജാ നജാതക്, നീ നിനക്ക് കിട്ടിയ രക്ഷ പോലത്തെ രക്ഷ അവനും കിട്ടും, അവനും കിട്ടിപ്പോയി എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവെന്നും ഹാഫിദ് അബുൽ ഖത്താബ് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വഹാദാ അസ്ലുൻ അലീമുൻ ഫീ അമരിൽ മൗലിദ്, നമ്മളെ വീട്ടിലും മറ്റൊക്കെ വെച്ച് നടത്തുന്ന മൗലിദ് സമ്പ്രദായം, അതിന് ഒരടിസ്ഥാനപരമായ രേഖയാകുന്നു ഇത്. ഇങ്ങനെ എത്രയെത്ര രേഖകൾ, എന്ത് രേഖ ഉണ്ടായാലും ഒരു കൂട്ടർ പുറംതിരിഞ്ഞു നിൽക്കും, അത് ഉറപ്പാണ്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അവിടുത്തെ ആസാറുകൾക്കോ ഒന്നും ഒരു വിലയും കാണാത്തവർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബഹുമാനമാണ് അവിടെയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനുള്ള ബഹുമാനം. എത്ര വരെ മഹാന്മാരായ അയിമ്മത്തുൽ കിറാം പറയുന്നത്, ലോകത്തെ ഏറ്റവും വലിയ ശറഫുള്ള സ്ഥലമല്ലേ മസ്ജിദുൽ ഹറാം. 3 പള്ളികളല്ലാത്ത എല്ലാ പള്ളികൾക്കും പള്ളി എന്ന അടിസ്ഥാനത്തിൽ ഒരു കണക്കാണ്, വ്യത്യാസമില്ല. 3 പള്ളി മാറ്റി വെക്കണം. ഏതാ? 1 മസ്ജിദുൽ ഹറാം, മക്കയിലെ പള്ളി. 2 അൽ മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി. ആ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി ഉണ്ടാക്കിയ അപ്പള്ളിക്ക് മാത്രമേ അപ്പറഞ്ഞ ശറഫുള്ളൂ, അവിടുന്ന് കൂട്ടി ഉണ്ടാക്കപ്പെട്ടതിന് ആ ശറഫ് കിട്ടില്ല എന്നാണ് നമ്മുടെ ഉലമാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ സിയാറത്തൊക്കെ പോകുമ്പോ ആ സ്ഥലം തന്നെ കിട്ടാൻ നമ്മൾ ശ്രമിച്ചാൽ കിട്ടും. അതവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതെനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോയാൽ അവിടെ കിട്ടും. ഒഴിഞ്ഞ തലം ബാക്കിൽ ഉണ്ടാവുമ്പോൾ സുഖമായിട്ട് ഇവിടെ എടുക്കുക, ഏസിന്റെ കാറ്റും കൊണ്ട് വിചാരിച്ചാൽ അതേ കിട്ടുള്ളൂ. ആ പറഞ്ഞ ഗുണം കിട്ടൂല. സലാത്തും ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഫള് എന്റെ ഈ പള്ളി, സലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, ഈ എന്ന് റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മസ്ജിദുൽ ഹറാം പോലെയല്ല മസ്ജിദുൽ നബവി. മസ്ജിദുൽ ഹറാം എത്ര വീതി കൂട്ടി പോയാലും ഹറമിന്റെ പുറത്തേക്കെത്താത്ത കാലത്തോളം എല്ലാ ഭാഗത്തിനും ഒരേപോലത്തെ ശ്രേഷ്ഠത ഉണ്ടെന്നും അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി വീതി കൂട്ടിയാൽ
ആ വീതി കുട്ടിയ ഭാഗത്തിന് പറഞ്ഞ ഫضل ഇല്ലെന്നും മഹാന്മാരായ ആലിമീങ്ങൾ ഇമാം നബവി അടക്കമുള്ള ഇബ്നു ഹജർ ഹൈതമി അടക്കമുള്ള ശാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ രണ്ടാമത്തെ പള്ളി. മൂന്നാമത്തെ പള്ളി അൽ മസ്ജിദുൽ അഖ്സ, ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസ് പള്ളി. ഈ മൂന്ന് പള്ളി ഒഴിച്ചാൽ ബാക്കി എല്ലാ പള്ളിക്കും പള്ളി എന്ന നിലക്ക് ഒരു ഗ്രേഡാണ്. പിന്നെ വേറെ കാരണം കൊണ്ട് പള്ളിക്ക് ബഹുമതി കൂടും. ഒരു പള്ളിയുടെ ജിവാറിൽ വലിയ ആരിഫീങ്ങൾ ഔലിയാക്കൾ അന്ത്യവിശ്വം കൊള്ളുന്നു. വേറൊരു പള്ളി പുതിയ പള്ളി, അതിന്റെ ആ പരിസരത്ത് അങ്ങനത്തെ ആരുമില്ല. അപ്പൊ മറ്റേ പള്ളിക്ക് ഒരു ബഹുമതി കൂടുന്നുണ്ട്, പള്ളി എന്ന നിലക്കല്ല. ഇപ്പോ മഹദൂം തങ്ങൾ അടക്കമുള്ള ഒരുപാട് ഔലിയാക്കൾ ആലിമീങ്ങൾ ആരിഫീങ്ങൾ അന്തിമശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിന്റെ പരിസരം. അപ്പൊ പൊന്നാനി ആ പള്ളിക്ക് പള്ളി എന്നതിന് പുറമേ ഒരു ബഹുമതി വേറെയുണ്ട്. പള്ളി എന്ന നിലയ്ക്ക് എല്ലാം ഒരു കണക്ക്. അതുകൊണ്ടാണ് ഒരാൾ പൊന്നാനിയിലെ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ ആ നേർച്ച വിടാൻ നമ്മുടെ കോളേജിലുള്ള ഈ പള്ളിയിൽ നിസ്കരിച്ചാലും നേർച്ച കൂടും. അതാണ് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതിനുവേണ്ടി പൊന്നാനിയിൽ തന്നെ പോകേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസ്രി ആരാ? വലിയ താബിഈ പണ്ഡിതനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്യുകയും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുമായി വളരെ ബന്ധം പുലർത്തുകയും ചെയ്ത താബിഈഉൽ ജലീൽ, വലിയ സ്ഥാനമുള്ള താബിഈ പണ്ഡിതനാണ്. മഹാനവറുകൾ ബസറയിലെ വലിയ ജുമുഅത്ത് പള്ളി, പഴയ പള്ളിയാണ് ഇന്നും അതേ പള്ളി ബസറയിൽ ആ പ്രൗഢിയോടെ നിൽക്കുന്നു. ആ പള്ളിയിൽ മഹാനവറുകൾ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് പുറത്തുകൂടെ വന്നു. എന്നിട്ട് ഹസൻ ബസ്രിയോട് ചോദിച്ചു, എന്റെ ഭർത്താവ് നാട് വിട്ടുപോയി, അയാളെപ്പറ്റി പിടുത്തല്ല, എവിടെയെന്ന് അറിയില്ല. അയാളെക്കുറിച്ചുള്ള അറിവ് കിട്ടിയാൽ, വിവരം ലഭിച്ചാൽ, അല്ലെങ്കിൽ അയാൾ തിരിച്ചു മടങ്ങി വന്നാൽ ഈ പള്ളിയിൽ ബസറയിലെ വലിയ ജുമുഅത്ത് പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരുന്നു. ഇപ്പൊ എന്റെ ഭർത്താവ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ആ നേർച്ച വീട്ടണേക്ക് ഈ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ അനുമതി തരുമോ എന്നാ ചോദ്യം. അപ്പൊ നോക്കുങ്ങള്, അക്കാലത്ത് പെണ്ണുങ്ങൾ പള്ളി പോയിരുന്നില്ല. എല്ലാ പെണ്ണുങ്ങളും ഇന്നത്തെ മുജാഹിദും ജമാഅത്തും പോണമാതിരി പോയിരുന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാൻ പറ്റുന്ന ആവശ്യമില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലൗ മസാല പറഞ്ഞതിന് മുമ്പ് എന്താ പറഞ്ഞറിയോ? ലൗ അദറകക ഉമറു ലഔജഅ റസകി. എന്നോട് ചോദിച്ചുകൊണ്ട് വലിയ കുഴപ്പം വരില്ല. ഈ ചോദ്യം ഞാനും നീ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചിരുന്നെങ്കിൽ ലഔജഅ റസകി, നിന്റെ തല വേദനിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, പെണ്ണേ നീ നിന്റെ നേർച്ച വിട്ടിക്കോ, പക്ഷേ ആ നേർച്ച വിട്ടാൻ ബസറയിലെ ഈ വലിയ പള്ളിയിൽ വന്നോളന്നില്ല. അത് നിന്റെ വീട്ടിലെ ഗ്രഹപ്പള്ളിയിൽ വെച്ച് ചെയ്താലും വീട്ടുവളപ്പിലെ പള്ളി അവരെന്നെ അവിടെ നിൽക്കരിക്കുള്ളൂ, വേറെ പുറത്തുനിന്ന് ആരും വരൂല. അങ്ങനത്തെ പള്ളി പഴയ കാലങ്ങളിലൊക്കെ വലിയ ആൾക്കാരുടെ ഒക്കെ വീടുകളിൽ ഒരു റൂം തന്നെ ചിലപ്പോൾ പള്ളിയാക്കിയത് ഉണ്ടാകാറുണ്ട്. അതൊക്കെ വീടിന്റെ ഉള്ളിൽ തന്നെ ഉള്ള പള്ളിയാണ്, വേറെ പുറത്തുനിന്നാരും വരില്ല. ആ പള്ളിയിൽ വെച്ച് നീ നിസ്കരിച്ചാലും നിന്റെ നേർച്ച വീടും എന്നാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനോട് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ആദ്യം പറഞ്ഞ 3 പള്ളി ഉണ്ടല്ലോ, ആ 3 പള്ളി ഒരാൾ നേർച്ചയാക്കി മസ്ജിദുൽ ഹറാമിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കണമെന്ന്. ആ നേർച്ച ദുന്യാവിൽ വേറെ ഒരു പള്ളിയിൽ നിസ്കരിച്ചാലും വിടൂല. മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചു വിടൂല, ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിസ്കരിച്ചു വിടൂല. കാരണം എല്ലാ പള്ളിനേക്കാളും മേലെയുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അതേ സ്ഥാനത്ത് മസ്ജിദുൽ നബവി, നേരത്തെ ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടാക്കിയ അപ്പള്ളി, അവിടെ നിസ്കരിക്കാൻ നേർച്ചയാക്കിയാലോ ആ നേർച്ച
മസ്ജിദുൽ ഹറാം നിസ്കരിച്ചാൽ വിടും. കാരണം മസ്ജിദുൽ നബവിനേക്കാൾ സ്ഥാനം കൂടിയതാണ് മസ്ജിദുൽ ഹറാം. അത് ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ചാൽ വിടൂല. അതേ സ്ഥാനത്ത് ബൈത്തുൽ മുഖദ്ദസ് പോയി നിസ്കരിക്കണം എന്നൊരാൾ നേർച്ചയാക്കിയിരുന്നു. അവന് ബൈത്തുൽ മുഖദ്ദസ് പോകാനും കഴിഞ്ഞാലോ ഒന്നിനും കഴിഞ്ഞില്ല. കുരുത്തത്തിനോ ഉംറക്കോ ഹജ്ജിനോ പോകാൻ കഴിഞ്ഞു. അപ്പോ മദീനത്തെത്തിപ്പോയി. എന്നാ മദീനത്ത് നബി തങ്ങളുടെ പള്ളിയിൽ വെച്ച് ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ വീടി ഇനി അതിനു വേണ്ടി ഖുദ്സിൽ പോകേണ്ടതില്ല. അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിച്ചാൽ വീടി ഖുദ്സിൽ പോകേണ്ടതില്ല. അപ്പൊ ഈ 3 പള്ളിക്ക് ഇങ്ങനെ കാറ്റഗറി ആയിട്ട് 1, 2, 3 ഉണ്ട്. ഇനി ആ 1ാമത്തെ പള്ളിയിൽ തന്നെ മസ്ജിദുൽ ഹറാമിൽ തന്നെ മസ്ജിദുൽ ഹറാം ഏറ്റവും വലിയ മഹത്വമുള്ള പള്ളിയാണെങ്കിൽ ആ പള്ളിയുടെ നടുവിൽ നിൽക്കുന്ന കഅബ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഭവനം, ആ കഅബയാണെങ്കിലോ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഏറ്റവും അഫ്ളലായതാണ്. അതുകൊണ്ടാണല്ലോ പൊതു നിയമമുണ്ട്, പള്ളിയിലേക്ക് കടക്കുമ്പോൾ വലത് കാല് വെച്ച് കടക്കണം. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ചാണ് ഇറങ്ങുന്നത്. അപ്പൊ നേരെ ഒരാള് ചെരുപ്പുമിലേക്ക് ഇറങ്ങാണ് പള്ളിയെന്നെങ്കിലോ വലത്തെ ചെരുപ്പ് ആദ്യം ഇടേണ്ടത്. അപ്പൊ ആദ്യം വലത്തേക്കാല് പുറത്തേക്ക് വെച്ചാൽ പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോ വലത്തേക്കാലായി പോകും. അങ്ങനെയല്ല, പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോ ഇടത്തേക്കാല വെക്കണം. അപ്പൊ ഇടത്തേക്കാല് കൊണ്ട് ഫുഖാഹ് പറയുന്ന മസലക്ക് രണ്ടും ശരിയാവണ്ടേ? ചെരുപ്പ് ആദ്യം ഇടേണ്ടത് വലത്തെ ചെരുപ്പാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ആദ്യം പുറത്തേക്കാല് വെക്കേണ്ടത് ഇടത്തേക്കാല്. അപ്പൊ ഇടത്തേക്കാല് കൊണ്ട് ഇടത്തെ ചെരുപ്പിന്റെ മേലെ ചവിട്ട വാറിന്റെ മേലെ, എന്നിട്ട് മറ്റേ കാലുകൊണ്ട് ആദ്യം ചെരുപ്പ് ധരിച്ച് പിന്നെ ഇതിന്റെ. ഇങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോ ഈ 2 മസലയും ശരിയാവാൻ ഞാൻ പറയുന്നത്. അപ്പൊ ഈ മസല അനുസരിച്ച് കഅബയിൽ നിന്ന് ഒരാള് ഇറങ്ങാം. കഅബയിലേക്ക് കടക്കാൻ തൗഫീഖ് കിട്ടിയാൽ, ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മോട് സംസാരിച്ചല്ലോ, തങ്ങൾക്ക് അല്ലാഹു തആല അങ്ങനത്തെ ഒരു സന്ദർഭം കൊടുത്തു ഈ കഴിഞ്ഞ 1 വർഷം മുമ്പ്. അല്ലാഹു നമുക്കൊക്കെ അതിന് സൗകര്യം തരട്ടെ. അപ്പൊ അങ്ങനെ കഅബയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മസ്ജിദുൽ ഹറാം ആയിട്ട് പോലും കഅബ അതിനേക്കാൾ ശ്രേഷ്ഠമുള്ളത് കൊണ്ട് കഅബയിൽ നിന്ന് പുറത്തേക്ക് വെക്കണ കാലം ഇടത്തെ കാലാവണം എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താ? ആ കഅബക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബാക്കി ഭാഗങ്ങളെക്കാൾ ശറഫ് കഅബക്കുണ്ട്. എന്തിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? ആ കഅബ നിൽക്കുന്ന സ്ഥാനത്തെക്കാളും ശറഫ് ഹബീബായ നബി തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന 6 സ്ഥലത്തിനുണ്ട് എന്നാണ് ആലിമീങ്ങൾ പറയുന്നത്. അപ്പൊ നബി തങ്ങളെ ശരീരം തൊട്ടു എന്നത് അതിന് കാരണം. മറ്റേ പള്ളിന്റെ കാര്യം പറഞ്ഞ പോലെയല്ല. നബി തങ്ങളെ ശറഫാക്കപ്പെട്ട പുണ്യ ശരീരം അവിടെയാണ് തൊട്ടുകിടക്കുന്നത് എന്നൊരൊറ്റ കാരണം കൊണ്ട് ലോകത്തുള്ള എല്ലാ ബുഖഅത്തിനേക്കാളും ബിഖായിനേക്കാളും അഫ്ളലായ ബുഖഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന തൊട്ടുകിടക്കുന്ന സ്ഥലമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മസ്ജിദുൻ നബവിയിൽ വലിയ ഫضل നമ്മൾ പറഞ്ഞല്ലോ. എന്തേതിന് കാരണം? ഓരോ പള്ളിക്കുള്ള ഫضലിന് പല കാരണമുണ്ട്. മസ്ജിദുൽ അഖ്സക്ക് പറഞ്ഞ ഫضലിന്റെ കാരണം തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അവിടെ വലിയ മുഫസ്സിറുകൾ പറഞ്ഞു കാണും, അതിന്റെ പരിസരത്തിന് നാം ബറക്കത്ത് ചെയ്തു. എങ്ങനെ? ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. നിരവധി അംബിയാക്കന്മാരുടെയും സാലിഹീങ്ങളെയും ഖബർ അവിടെ ഉണ്ട്. അതിന്റെ ഓരത്താണ് അവർ കിടക്കുന്നത് എന്ന കാരണം കൊണ്ട് ആ പള്ളിക്ക് തന്നെയും വലിയ ബഹുമതി ഉണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കിടക്കുന്ന ആ സ്ഥലം ഈ പള്ളിയോട് ചേർന്നാണ്. അപ്പൊ ആ പള്ളിക്ക് അത്രയും ബഹുമതി. മാത്രമല്ല ഒതാലിമാൻ പറയുന്നത് മദീനക്ക് തന്നെ ഷറഫുണ്ടല്ലോ. മദീന എന്ന് പറയുന്ന രാജ്യത്തിന് ഷറഫുണ്ട്. മദീനയുടെ പരിധിയിലേക്ക് എത്തിയാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് നിന്നിറങ്ങും. യാത്ര പോയാൽ യാത്ര തിരിച്ചു വരുമ്പോ മദീനത്തെത്തുമ്പോ നബി തങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ
അവിടുത്തെ ഏറ്റവും വലിയ മഹാപണ്ഡിതനല്ലേ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെറിയ ആളല്ലല്ലോ. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു ഉസ്താദ് കൂടിയാണ്. മഹാനവറുകൾ അവിടെ കുതിരയുടെ പുറത്ത് കയറി സവാരി ചെയ്യില്ല. കാരണം ഇത് നബി തങ്ങൾ ചവിട്ടിയ മണ്ണാണ്. ഈ മണ്ണിൽ കൂടെ ഞാൻ കുതിരന്റെ മേലെ ഇങ്ങനെ പടപടാറിഞ്ഞു പോവേ, അത് പറ്റില്ല. ആ ബഹുമാനമാണ്, ആദരവാണ്. അതാണ് മദീനത്തിന്റെ പ്രത്യേകത. അതിന് കാരണം ഗസാലി ഇമാം പറഞ്ഞെന്താണ്? നബിത്തങ്ങളുടെ പാദസ്പർശനം കൂടുതൽ ഏറ്റ സ്ഥലമാണ് മദീന എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് മദീനക്ക് വലിയ ശറഫ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തു. എന്നാൽ ആ മദീനയിൽ വെച്ച് നബിത്തങ്ങളുടെ പാദസ്പർശനം കൂടുതലേറ്റ സ്ഥലം മസ്ജിദ് നബവിയാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ 5 നേരവും റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലുണ്ടാവും, അല്ലാത്ത സമയവും ഉണ്ടാവും. സ്വഹാബത്തിനെ കൂട്ടി പല ദീനിയായ കാര്യങ്ങളും. അന്ന് പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ മുജാഹിദ് ജമാഅത്തിന്റെ പള്ളി പോലെയല്ല. അവരെ പള്ളിയേറെ 5 നേരം നിൽക്കുക, പിന്നെ അടച്ചുപൂട്ടി കിടക്കുക. ഒന്ന് പാത്താൻ വിചാരിച്ചാൽ കൂടി പറ്റൂല, ആകെ അടച്ചുപൂട്ടി. നബിതങ്ങളെ പള്ളി അങ്ങനെയല്ല. അക്കാലത്ത് നബിതങ്ങളെ പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ഹെഡ് ഓഫീസാണ്. എല്ലാം അവിടെയാണ്. ഇസ്ലാമികമായ സർവ്വ ചലനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന വലിയ ഓഫീസ് തന്നെ പള്ളിയാണെന്ന് വേണം പറയാൻ. കോടതിയും പള്ളിയാണ്, എല്ലാം പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിനും സ്വീകരിച്ച ആസ്ഥാനം അൽ മസ്ജിദുൻ നബവി, മദീനത്തെ പള്ളിയാണ്. അപ്പൊ പള്ളി എപ്പോഴും ധന്യമാണ്. അള്ളാഹുവിന് തൃപ്തിയുള്ള ഇബാദാത്തുകൾ കൊണ്ട് ധന്യമായി കിടക്കുകയാണ്. ആ പള്ളിയിൽ നബി തങ്ങൾ എപ്പോഴും അവിടുത്തെ കാലുകുത്തുന്നു എന്ന കാരണമാണ് ആ പള്ളിക്കുള്ള അത്രയും ബഹുമതി. എന്നാ പിന്നെ നേരത്തെ തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഹയാത്തോടെ സ്വർഗത്തിൽ പലവട്ടം പോയി. ആ പറഞ്ഞ എന്താ? മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്റെ ഖബറിന്റെ ഇടയിലും മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം അത് റൗളയാണെന്ന് പറഞ്ഞപ്പോ പണ്ഡിതന്മാർ ഒരു വീക്ഷണമനുസരിച്ച് അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു കഷ്ണം, ഒരു പീസ് തന്നെയാണ്, ആലങ്കാരികമല്ല. വേറൊരു വീക്ഷണപ്രകാരം സ്വർഗത്തിലുള്ള ഷറഫ് പോലത്തെ ഷറഫ് ഇതിനുണ്ട് എന്നതിനർത്ഥം. എന്നല്ലാതെ സ്വർഗത്തിൽ നിന്ന് പീസ് കൊണ്ടു വെച്ചത് എന്നല്ല. രണ്ടായാലും ഒന്നാമത്തെ വീക്ഷണം അനുസരിച്ചാണ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഹയാത്തോടെ തന്നെ സ്വർഗത്തിൽ പലവട്ടം പോയി. അതിന് ഇത്രയും ബഹുമതിക്കുള്ള കാരണം ഗസാലി ഇമാം പറയുന്നു, നബി തങ്ങൾ 5 നേരത്തെ നിസ്കാരത്തിന് നബിയാണ് ഇമാമക്ക്. ആ ഇമാമത്തിന് നബി തങ്ങൾ ഇപ്പൊ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ഏതാ? ആയിഷാ ബീവിന്റെ ഹിജ്റയാണ്. ആയിഷാ ബീവിക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ട റൂമാണ്. ആ റൂമിലാണ് നബി തങ്ങൾ ആയിഷാ ബീവിന്റെ അരികിലാകുമ്പോൾ ഉണ്ടാകുന്ന സ്ഥലം. എന്നല്ല, നബി തങ്ങൾ വഫാത്തിനോടടുത്ത് മറ്റു ഭാര്യമാരുടെയൊക്കെ സമ്മതപ്രകാരം ആയിഷാ ബീവിന്റെ അരികിൽ തന്നെ ആയി പിന്നെ താമസം. അപ്പോ ആ വീടിൽ നിന്ന് നബി തങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ മിമ്പറിന്റെ തൊട്ടിപ്പുറമുള്ള മിഹ്റാബ് റസൂൽ നിസ്കരിക്കണ മിഹ്റാബാണ്. അപ്പൊ നബി തങ്ങൾ ഈ റൂമിൽ നിന്ന് മിഹ്റാബ് അങ്ങോട്ട് പോകണം, മിഹ്റാബ് ഇങ്ങോട്ട് വരണം, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരണം. കൂടുതൽ നബി തങ്ങളുടെ കാല് പാദം സ്പർശിച്ച സ്ഥലമാണത് എന്ന കാരണം കൊണ്ടാണ് ഇത്രയും സ്വർഗീയമായ ഒരു അനുഭൂതിയും ഇത്രയൊരു ഷറഫും അതിനുണ്ടാകാൻ കാരണം. എത്ര അർത്ഥഗാംഭീര്യമുള്ള കാര്യമാണ് ഗസാലി ഇമാം പറഞ്ഞത്. ആ നബി തങ്ങളെ ആസാറുകൾക്ക് പിന്നൊരു മുഅ്മിൻ വില കൽപ്പിക്കാതിരിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളിൽപ്പെട്ട വല്ല ഒന്ന്, ഒരു പാപിയായ മനുഷ്യൻ മരിച്ചുപോയാൽ ആ മരിച്ച മയ്യത്തിന്റെ കഫംപടിയിലോ അവന്റെ ശരീരത്തിലോ പോകട്ടെ അവന്റെ ഖബറിലോ പോകട്ടെ ഖബറിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്തോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു കൊടുക്കുന്ന ഹുർമത്തും അളമത്തും കാരണം ഈ പാപിയായ മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കില്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി മദ്ഖലിൽ ഇക്കാര്യം സവിസ്തരമായി പറയുന്നു. എന്താ കാരണം? ഈ സാധുവിനെ ശിക്ഷിക്കൽ അള്ളാഹ്ക്ക് ഫർളൊന്നുമല്ല. അള്ളാഹു തആല എത്രയോ ആൾക്കാർക്ക് പുറത്തു കൊടുക്കുന്നു. ഈമാൻ വേണം, മുഅ്മിനല്ലാത്ത ആൾക്ക് പ്രതീക്ഷിക്കാനില്ല.
വയഗ്ഫിറു മാ ദൂന ദാലിക ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക. അല്ലാഹുവിൽ പങ്കുവെക്കുക, ശിർക്ക് വെക്കുക. അത് വഹാബി പറഞ്ഞ ശിർക്കല്ല, യഥാർത്ഥ ശിർക്ക്. അതാണ് വഹാബിയിലെ മടവൂർ ഗ്രൂപ്പിലെ നേതാവായ ഒരു മൗലവിയോട് ഒരാൾ ചോദിച്ചൊരു മുഖാമുഖത്തിൽ, അല്ല മൗലവി, നിങ്ങൾ ഈ സുന്നികളൊക്കെ മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നു, അവര് നിസ്കരിക്കുന്ന ഇമാമത്ത് നിൽക്കുന്ന പള്ളിയിലും ഒക്കെ കയറി നിങ്ങൾ അവരെ തുടർന്ന് നിസ്കരിക്കണം, എന്ത് വിരോധാഭാസമാണിത്? അപ്പൊ ഇയാൾ പറഞ്ഞു, സുഹൃത്തെ, ശിർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് തരേണ്ടത് എനിക്കറിയേറ്റ. രണ്ട് മുശ്രിക്കുണ്ട്, ഒന്ന് കാഫിർ മുശ്രിക്ക്, ഒന്ന് മുസ്ലിം മുശ്രിക്ക്. മുസ്ലിം മുശ്രിക്കാണ്. ഈ ശിർക്കും ഈമാനും കൂടെ ഇസ്ലാമും കൂടെ ഒരുമിച്ചുകൂടാ. അവ അത്രയും വിരോധമായ സംഗതി അവർ പറയുന്നു. ഞാൻ അത് പറയല്ല, ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥമായ ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അലീം, ഏറ്റവും വലിയ മാരകമായ മഹാപാതകമാണ് ശിർക്ക്, മഹാ അക്രമമാണ് ശിർക്ക്. ആ ശിർക്കല്ലാത്ത ദോഷങ്ങൾ അല്ലാഹു പുറത്ത് കൊടുക്കാം. അത് അള്ളാന്റെ അടുത്തിരിക്കണ കാര്യമാണ്. അത് പ്രതീക്ഷിച്ച് നമുക്ക് ദോഷം ചെയ്യാന്നല്ല പറയുന്നത്. എത്ര പാപം ചെയ്താലും അള്ളാഹുവിന് പുറത്തു തരാം. അതുകൊണ്ട് തൗബ വേണം. വൻകുറ്റങ്ങൾ ചെയ്താൽ തൗബ വേണം. ഇനി ചെറിയ കുറ്റങ്ങൾ വന്നു പോയാലോ നമ്മൾ ഹസനാത്തുകൾ കൂടുതൽ നമ്മൾ ചെയ്യണം. ഹസനാത്ത് കൂടുതലായാൽ ഈ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ കുറെ അങ്ങനെ പൊറുക്കപ്പെട്ടു പോകും. അല്ലാഹു ഹസനാത്ത് വർദ്ധിപ്പിക്കാനും വലിയ കുറ്റങ്ങൾ ചെയ്തു പോയെങ്കിൽ തൗബ ചെയ്യാൻ ഉള്ള മനസ്ഥിതി നമുക്ക് അല്ലാഹു തരട്ടെ, തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പാപിയായ മനുഷ്യൻ ദോഷങ്ങൾ പാപങ്ങളൊക്കെ ചെയ്തു, അവൻ അല്ലാഹു തആല ചിലപ്പോൾ അഫ്വും ഗുഫ്റാനും ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ചെയ്തു കൊടുത്തില്ല എന്നൊരു, അത് അല്ലാഹു നീതി നടപ്പാക്കി എന്നുള്ളൂ. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് പറയുന്നത്, അവനെ ശിക്ഷിച്ചോളം അല്ലാഹ്ക്കില്ലല്ലോ, പുറത്തു കൊടുക്കാലോ. ഇങ്ങനെ ആ നബിതങ്ങളുമായി ബന്ധപ്പെട്ട വല്ല ആധാറും ഇയാളെ ഖബറുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബഹുമതി കൊണ്ട്, ഇതിന് അള്ളാഹു കൊടുക്കുന്ന അളമത്ത് കൊണ്ട് ഈ പാപിയെ അള്ളാഹു ശിക്ഷിക്കണത്. കാരണം അള്ളാഹു കൽപ്പിക്കുന്ന വലിയ മാന്യതയും ബഹുമതിയും ഇതിനാണ്. അപ്പൊ എത്രമാത്രം ബഹുമതിയുണ്ട് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ആസാറുകൾക്ക്. ആ ആസാറുകളെയല്ലേ നിന്യമായി എന്തിന്റെയോ പേരിൽ, ഇപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ അല്ലാഹു തആലയാണെങ്കിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു കൊടുത്തത് ആർക്കാണ് അറിയാത്തത്? ഇത് നിഷേധിക്കാൻ പറ്റാത്ത വിധം സുവ്യക്തമായൊരു സംഗതിയല്ലേ? അപ്പൊ ആ കൂട്ടത്തിൽ ഉസ്താദവർക്ക് ഇന്നലെ നബിതങ്ങൾ വെള്ളം കുടിച്ചൊരു പാത്രം ഖസറജി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴേക്ക് ഈ ശത്രു വിഭാഗം എഴുതി വിട്ട എന്താണെന്നറിയോ? ഖസറജി ഒരു ഭിക്ഷച്ചട്ടിയുമായി വന്നിരിക്കുന്നു, കാന്തപുരത്തിന് ഭിക്ഷ നടത്താൻ ഒരു ചട്ടിയും ആയി എന്നാണ്. ആരാത് പറയണത്? നിങ്ങൾ ആലോചിച്ചു നോക്കണം, വിരോധം എവിടത്തേക്കെത്തും. നബിതങ്ങളെ കുടിച്ച ആ പാത്രത്തിന് എത്രയാണ് ബഹുമതി? ഇമാം ബുഖാരി തന്നെ നബിതങ്ങൾ ഒരു പാത്രം അവിടുന്ന് കണ്ടതായും ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ബറക്കത്തിന് വേണ്ടി ഇമാം ബുഖാരി കുടിച്ചതായും നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. അങ്ങനെ എത്ര മഹാന്മാരുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ടല്ലേ ആ പാത്രങ്ങൾക്കൊക്കെ വലിയ വില. കൈമാറ്റുന്ന കച്ചവടം ചെയ്യാനല്ല, നഖലുല്യത് എന്റെ മൂപ്പര കൈവശം എന്റെ കൈവശത്തിലേക്കൊന്നും മാറുകയെന്നുള്ളൂ. അതിനുവേണ്ടി ലക്ഷങ്ങൾ അവർ ചെലവഴിച്ചിട്ടുണ്ട്. ഒരു മരം കൊണ്ടുള്ളൊരു പാത്രത്തെക്കുറിച്ച് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. നമ്മുടെ തുഹ്ഫയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഹാശിയത്തു സിർവാനിയിൽ തന്നെ അത് പറഞ്ഞു കാണും.
സ്വർണം കൊണ്ട് വെള്ളി കൊണ്ടൊക്കെ പാത്രത്തിന് കഷ്ണം വെക്കണം. ഒരു മുവബ്ബബു ബിദ്ദഹബി വൽ ഫിൽവത്തി എന്ന് പറയുന്ന മസല പറഞ്ഞെടുത്ത് അവിടെ പറഞ്ഞു കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മരത്തിന്റെ പാത്രം അത് പൊട്ടിയപ്പോ ആ പാത്രം കൂട്ടി ചേർക്കാൻ വെള്ളിയുടെ നൂലുപയോഗിച്ചാണ് അത് കൂട്ടിക്കിട്ടിയിരുന്നത്. അത് പറഞ്ഞിട്ട് ആ പാത്രത്തെക്കുറിച്ച് പിന്നെ ഒരു ചരിത്രപരമായ സംഗതി പറയുന്നു. ആ പാത്രം നഖലുൽ ചെയ്ത് കൈവശം മാറ്റാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച സംഭവം ആണ്. 80,000 ദിർഹം കൊടുത്തതും അങ്ങനെ അവരിൽ നിന്ന് പിന്നെ മറ്റുള്ളവർ വാങ്ങാൻ അതിലേറെ കൊടുത്തതും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ അവരൊക്കെ വലിയ സ്ഥാനം അതിന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് വഹാബി പറഞ്ഞവരോട് എന്താ അറിയോ, ആ പാത്രം ഉഴൂദിന്റെ പാത്രമായിരുന്നു. ഉഴൂദിന് ഭയങ്കര വിലയില്ലേ, റസൂല കുടിച്ച കാരണമല്ല, എന്നാലും അങ്ങനെ ആയിക്കൂടാ. ഉഴൂദിന് വിലയുണ്ട്, റസൂല കുടിച്ച എന്നാൽക്കൊരു വിലയില്ല. അതാണ് അവരെ സ്ഥിതി. അതിന്റെ അപ്പുറമായി പോയി ഇവരി പറഞ്ഞത് നബി തങ്ങൾ കുടിച്ച പാത്രം, നമുക്ക് ആ പാത്രം ഒന്ന് തൊടാൻ അതോ ചിമ്പിക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഏതാണ് എന്നലക്കല്ലേ നമ്മൾ നിൽക്കുന്നത്. നമ്മളുമായിരം മുഅ്മിനീങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പറയുന്ന ഒരു കൂട്ടരല്ലേ ഇങ്ങനെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അത് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങൾ പറയുന്നത് അബദ്ധമാണ്. ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പുസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, വളരെ അവസര ഞാൻ ഇപ്പൊ അടുത്ത ദിവസം കാണാൻ ചെന്നപ്പോ ബഹുമാനപ്പെട്ട സങ്കടത്തോടെ ഈ സംഗതി പറഞ്ഞു. എന്താണ് സുബ്ഹാനല്ലാഹ്, ഇവര് വിരോധന്റെയും വേറെന്റെയും പറഞ്ഞൂടെ, ഇങ്ങനെ പറയണോ എന്ന് പറഞ്ഞിട്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പറഞ്ഞ കഥ ഒരു തങ്ങളുടെ മകളെ കെട്ടിക്കാൻ വേറെ ഒരു തങ്ങന്മാരുടെ കൂട്ടത്തിന് അന്വേഷണം വന്നപ്പോ ആ അന്വേഷണത്തിൽ നസബ് കൊണ്ട് ഇവർക്ക് കഫാത്തില്ല, തറവാട് കൊണ്ട് പോരാ എന്ന ഒരു അഭിപ്രായം വന്നു. അപ്പോൾ നടന്നില്ല. ഏതായിരുന്നാലും വേറെ കൂട്ടര് അവർ തങ്ങന്മാരൊന്നുമല്ല, അത് ഡൂബിളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കോമുസ്ലിയർ പാപ്പ, ആരാ കോമുസ്ലിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം അവിടെ നിർദ്ദിഷ്ടയാളും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ ഉസ്താദും അമ്മോശനുമാണ്. കോട്ടുമല ഉസ്താദ് അവിടുത്തെ മകളെയാണ് കിട്ടിയത്. അക്കാലത്തെ വലിയ ഫക്കീഹും വലിയ ആലിമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എടോ ആക്രമത്തി ചീറ്റായിപ്പോ നബിത്തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന തങ്ങന്മാർ അവര് പിന്നെ അവര് തങ്ങളല്ല എന്ന് പറയാൻ പാടില്ല. അതിന് ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങൾ നമ്മൾ സ്റ്റേജിലേക്ക് വരും. അതിന് ശനത് വയ്ക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോമുസ്ലിയർ അവരെ ആക്ഷേപിച്ചത് നമുക്ക് പാഠമാണ്. അതാണ് നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹസദ് കൂടിയിട്ട് വിരോധം കൂടിയിട്ട് എന്തൊക്കെ പറയുന്നത് എവിടെ എത്തും എന്ന് വരെ ആലോചിക്കാതെ പറയുന്നു. അള്ളാഹു നല്ല മനസ്സ് അവർക്കും കൊടുക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങൾക്ക് ദ്വാരക്കണം. നമ്മൾ ഇന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. വിശിഷ്യ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ചെറിയ മകനും എന്റെ ചെറിയ മരുമകനുമായ അബ്ദുറഹ്മാൻ അഹ്സനി അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത്, അതേപോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ ഞാനിവിടെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഈ ഫെബ്രുവരി 1-ാം തീയതി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തന്നെ ഹിബ്റുർ റസൂൽ പ്രഭാഷണം അതിവിപുലമായ രീതിയിൽ നടക്കുകയാണ് ജാമിയ ഹിക്കമിയ ക്യാമ്പസിൽ വെച്ച്. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ എല്ലാവരും വരണമെന്നും ഉസ്താദ് തന്നെയും ഇന്നലെ അവിടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഉസ്താദ് വീണ്ടും അതെടുത്ത് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയും ഉസ്താദോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി എല്ലാവരും സംബന്ധിക്കണം, വിജയിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനങ്ങൾ പറയുന്ന അങ്ങനത്തെ മജ്‌ലിസുകൾ ധാരാളം നടക്കണം. എല്ലാ ഹാസിദീങ്ങളും എല്ലാ ശത്രുക്കളും പരാജയപ്പെട്ടു പോകണം. അതുകൊണ്ട് ആ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും
ക്ഷണിക്കുകയും അതിലേക്ക് മറ്റുള്ള ആളുകൾ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് അനുഗ്രഹീത ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്താൻ വേണ്ടി